PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് തിരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട 15 SCRT ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ SCRT ടോപ്പിക്സ് ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാ ദിവസവും കാലത്ത് 10 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും നമ്മൾ യൂണിവേഴ്സിറ്റി LGS മെയിൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. കൂടാതെ കാലത്ത് 6 മണിക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സും രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ലൈവായിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും എല്ലാ വീഡിയോസും കണ്ട് പ്രയോജനപ്പെടുത്തുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സജഷൻസ് ഒക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്തോളാം. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് SCRT ടോപ്പിക്സിൻ്റെ ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് ഞാൻ ഒരു ഓർഡറിലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ 5th സ്റ്റാൻഡേർഡിലുള്ള സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ടോപ്പിക്സ് ആണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പഠിക്കുന്നത് പ്രകാശ സംശ്ലേഷണം എന്താണ് എന്നുള്ള ഭാഗമാണ്. അപ്പോൾ പ്രകാശ സംശ്ലേഷണം നോക്കാം. സസ്യങ്ങൾ വേരിലൂടെ വെള്ളം വലിച്ചെടുക്കുന്നുണ്ടെന്ന് അറിയാമോ? ഇതെല്ലാം ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നോക്കി മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. അപ്പോൾ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വേരിലൂടെ വെള്ളം വലിച്ചെടുക്കുന്നുണ്ട്. ഈ വെള്ളത്തിൽ എന്തുണ്ട്? പലതരത്തിലുള്ള ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകവും സസ്യങ്ങൾ വലിച്ചെടുക്കുന്നു. ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മുടെ സസ്യങ്ങൾ വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആഹാരം നിർമ്മിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് അല്ലേ. വെള്ളം വലിച്ചെടുക്കുന്നതും ലവണങ്ങൾ എന്ന് പറയുന്ന വെള്ളത്തിലുണ്ട് അല്ലേ. ഇപ്പോൾ വെള്ളം വേണം, ലവണം വേണം, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താണ്? ആഹാരം നിർമ്മിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആഹാരം നിർമ്മിക്കാൻ എന്തൊക്കെ വേണം? വെള്ളം വേണം, ലവണം വേണം, കാർബൺ ഡൈ ഓക്സൈഡ് വേണം. ഓക്കെ, ഇനി ഇലകളിൽ വച്ചാണ് ആഹാര നിർമ്മാണം നടക്കുന്നത്. അപ്പോൾ ആഹാര നിർമ്മാണങ്ങൾ സസ്യങ്ങൾ നടക്കുന്നത് എവിടെയാണ്? ഇലകളിൽ വച്ചിട്ടാണ് സസ്യങ്ങളുടെ ആഹാര നിർമ്മാണം നടക്കുന്നത്. ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. അപ്പോൾ വെള്ളവും ലവണവും കാർബൺ ഡൈ ഓക്സൈഡും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇലകളിൽ വെച്ച് ആഹാര നിർമ്മാണം നടത്തുന്നതിനെയാണ് നമ്മൾ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നടക്കണമെങ്കിൽ ഇലകളിലെ ഹരിതകം എന്ന വർണ്ണവസ്തുവിൻ്റെ സഹായവും സൂര്യപ്രകാശവും വേണം. അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടു കൂടി ഹരിതകത്തിൻ്റെ പ്രസൻസിൽ മാത്രമേ എന്ത് നടക്കുന്നുള്ളൂ? പ്രകാശ സംശ്ലേഷണം നടക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇലകളിൽ പ്രകാശ സംശ്ലേഷണം നടത്തുന്നത് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടു കൂടി ഹരിതകം എന്ന് പറയുന്ന വർണ്ണവസ്തുവും കൂടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഈ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നം എന്ത് എന്ന് സ്ഥിരം ചോദിക്കാറുണ്ട്. ഗ്ലൂക്കോസ് ആണ് കേട്ടോ. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നം എന്താണ്? ഗ്ലൂക്കോസ് ആണ്. ഇതോടൊപ്പം ഓക്സിജനും ഉണ്ടാവുന്നുണ്ട്. ഗ്ലൂക്കോസ് മാത്രമല്ല, പിന്നെ എന്തുണ്ടാവുന്നുണ്ട്? ഓക്സിജൻ. പ്രകാശ സംശ്ലേഷണത്തിന് ഗ്ലൂക്കോസും ഓക്സിജനുമാണ് പ്രോഡക്ട്സ് ആയിട്ട് വരുന്നത്. ഈ ഓക്സിജൻ സസ്യങ്ങൾ പകൽ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തു വിടുന്നു. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നുണ്ട്, എന്നിട്ട് പ്രകാശ സംശ്ലേഷണം നടക്കുന്നു. പിന്നീട് ഓക്സിജൻ ആണ് എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ പ്രകാശ സംശ്ലേഷണ സമയത്തുണ്ടായ ഗ്ലൂക്കോസ് പിന്നീട് എന്ത് ചെയ്യുന്നു? അന്നജമാക്കി മാറ്റപ്പെടുന്നു. അപ്പോൾ പ്രകാശ സംശ്ലേഷണം കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഗ്ലൂക്കോസിനെ പിന്നീട് അന്നജമാക്കി മാറ്റുന്നുണ്ട്. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നതുകൊണ്ട് സസ്യങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? സ്വപോഷികൾ. അപ്പോൾ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ടാണ് സസ്യങ്ങളെ നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്വപോഷികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രകാശ സംശ്ലേഷണത്തിന് വെള്ളം ആവശ്യമാണ്, ലവണം ആവശ്യമാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണ്, സൂര്യപ്രകാശവും ഹരിതകവും ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കണം. പ്രകാശ സംശ്ലേഷണത്തിന് പ്രോഡക്ട്സ് ആണ് ഗ്ലൂക്കോസും അതുപോലെ ഓക്സിജനും എന്നുള്ളത്. ഗ്ലൂക്കോസ് പിന്നീട് അന്നജമായിട്ട് മാറപ്പെടുന്നുണ്ട്. പിന്നെ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് സസ്യങ്ങൾ അറിയപ്പെടുന്ന പേരെങ്ങനെയാണ്? സ്വപോഷികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്തത് ആസ്യരന്ധ്രം. ആസ്യരന്ധ്രം അല്ലെങ്കിൽ സ്റ്റൊമാറ്റ എന്ന് വെച്ചാൽ എന്താണ്? സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. ഇത് തന്നെ PSCയുടെ ഒരു ചോദ്യമാണ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് സ്വീകരിക്കുന്ന വാതകം ഏത്, അല്ലെങ്കിൽ പുറത്തുവിടുന്ന വാതകം ഏത്? ഏതാണ് സ്വീകരിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. പുറത്തുവിടുന്നത് ഏതാണ്? ഓക്സിജൻ ആണ്. ഈ വാതക വിനിമയം നടക്കുന്നത് ഇലകളിലുള്ള ചെറിയ സുഷിരങ്ങളിലൂടെയാണ്. ഈ സുഷിരങ്ങളെയാണ് നമ്മൾ ആസ്യരന്ധ്രങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സ്വീകരണം, അതുപോലെ ഓക്സിജൻ പുറത്തുവിടുന്നത്, ഇതെല്ലാം നടക്കുന്നത് ആസ്യരന്ധ്രങ്ങൾ വഴിയാണ്. ആസ്യരന്ധ്രങ്ങൾ വഴി സസ്യങ്ങളിൽ നിന്ന് ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. സസ്യങ്ങളിൽ നിന്നും ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും എന്തിലൂടെയാണ്? ആസ്യരന്ധ്രങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു സുഷിരങ്ങളിലൂടെയാണ് എന്നത് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇനി അടുത്തത് നോക്കുക,
ഹരിതസസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. ഹരിതസസ്യങ്ങൾ എന്താ ചെയ്യുന്നത്? പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചിട്ട് ഓക്സിജനെ പുറത്തുവിടും. രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല? ഓക്സിജൻ പുറത്തുവിടുന്നില്ല. സസ്യങ്ങൾ രാത്രി ഓക്സിജൻ പുറത്തുവിടാറില്ല. കാരണം എന്താണ്? രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കാറില്ല. ഇനി സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളും പകലും രാത്രിയും എന്ത് ചെയ്യുന്നുണ്ട്? ശ്വസിക്കുന്നുണ്ട് അല്ലേ? പക്ഷികൾ ശ്വസിക്കുന്നുണ്ട്, മൃഗങ്ങൾ ശ്വസിക്കുന്നുണ്ട്, എല്ലാ ജീവികളും ശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു. ഹരിതസസ്യങ്ങൾ എന്താ ചെയ്യുന്നത്? പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചിട്ട് ഓക്സിജൻ പുറത്തുവിടും. എന്നാൽ ബാക്കിയുള്ള ആളുകൾ, അതായത് സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവജാലങ്ങളും എന്ത് ചെയ്യുന്നു? പകലും രാത്രിയും എല്ലാം ശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഓക്സിജൻ സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, എന്താണ് അർദ്ധപരാദങ്ങൾ, എന്താണ് പൂർണ്ണപരാദങ്ങൾ നോക്കാം. ആതിഥേയ സസ്യങ്ങളിൽ നിന്നും ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടു കൂടി സ്വന്തമായ ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെ നമ്മൾ എന്തെന്ന് പറയും? അർദ്ധപരാദങ്ങൾ. അപ്പോൾ ആതിഥേയ സസ്യങ്ങളിൽ നിന്നും ജലവും ലവണവും അവർക്ക് വേണം, പക്ഷേ സ്വന്തമായിട്ട് എന്ത് ചെയ്യും? ആഹാരം നിർമ്മിക്കും. ആഹാരം നിർമ്മിക്കുന്നത് സ്വന്തമായിട്ടാണ്, പക്ഷേ ജലവും ലവണങ്ങളും മറ്റ് ആതിഥേയ സസ്യങ്ങളിൽ നിന്നും വലിച്ചെടുക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ അർദ്ധപരാദങ്ങൾ എന്ന് പറയുക. ഉദാഹരണം എന്താണ്? ഇത്തിൽക്കണ്ണിയാണ് കേട്ടോ. അപ്പോൾ ഇത്തിൽക്കണ്ണി എന്ന് പറയുന്നത് എന്താ? ആതിഥേയ സസ്യങ്ങളിൽ നിന്നും ജലവും ലവണവും എല്ലാം വലിച്ചെടുത്തിട്ട് ഇലകളുടെ സഹായത്തോടു കൂടി സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് ഇത്തിൽക്കണ്ണി. അപ്പോൾ അതെന്തിൽ വരുന്നതാണ്? അർദ്ധപരാദങ്ങളിൽ വരുന്നതാണ്. ഇനി അടുത്തതാണ് പൂർണ്ണപരാദങ്ങൾ. പൂർണ്ണപരാദങ്ങൾ എന്ന് പറയുമ്പോൾ ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങൾ. ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ചു വച്ചിരിക്കുന്ന ആഹാരം എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നേരിട്ട് ഉപയോഗിക്കുന്നു. അതിനെയാണ് പൂർണ്ണപരാദം എന്ന് പറയുക. ഉദാഹരണമാണ് മൂടില്ലാ താളി. അപ്പോൾ അർദ്ധപരാദങ്ങൾക്ക് എക്സാമ്പിൾ ഏതാണ്? ഇത്തിൽക്കണ്ണി. അതുപോലെ മൂടില്ലാ താളി എന്തിനാണ് എക്സാമ്പിളായിട്ട് വരുന്നത്? ഈ പറയുന്ന എന്താണ്? പൂർണ്ണപരാദങ്ങൾ എന്ന് പറയുന്നത് മൂടില്ലാ താളിയാണ് കേട്ടോ എക്സാമ്പിൾ. പൂർണ്ണപരാദങ്ങൾക്ക് എക്സാമ്പിൾ എന്താണ്? മൂടില്ലാ താളി. അപ്പോൾ ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടു കൂടി സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നത് അർദ്ധപരാദങ്ങളാണ്. എക്സാമ്പിൾ ഇത്തിൽക്കണ്ണി. ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണപരാദങ്ങൾ. ഉദാഹരണം മൂടില്ലാ താളി. ഓക്കെ, ഇനി അടുത്തത് ആരോഹികൾ എന്ന് പറയുന്ന ഭാഗമാണ് കേട്ടോ. ഇതും ആ ചാപ്റ്ററിൽ വരുന്നത് തന്നെയാണ്, ആരോഹികൾ. അപ്പം എന്താണ് ആരോഹികൾ അല്ലെങ്കിൽ ക്ലൈംബേഴ്സ്? മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളാണ് ആരോഹികൾ. മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളെയാണ് ആരോഹികൾ എന്ന് പറയുക. അപ്പോൾ അവ താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യുന്നു? സ്പ്രിങ് പോലുള്ള ഭാഗങ്ങളാണ് പ്രധാനങ്ങൾ അല്ലെങ്കിൽ ടെൻഡ്രിൽസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഇങ്ങനെ താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കാനായിട്ട് എന്തുണ്ട്? പ്രധാനങ്ങളുണ്ട്, ടെൻഡ്രിൽസ് കാണപ്പെടും. ചില സസ്യങ്ങൾ പറ്റുവേരുകൾ ഉപയോഗിച്ച് മറ്റു ചെടികളിൽ പിടിച്ചു കയറാറുണ്ട്. അതിന് എക്സാമ്പിളാണ് കുരുമുളക്, പാവൽ, പടവലം. ഇതെല്ലാം എന്താണ്? ആരോഹികളാണ് കേട്ടോ. കുരുമുളക്, പാവൽ, പടവലം എന്നിവയെല്ലാം ആരോഹികളാണ്. ഇനി അടുത്തത് ആ ചാപ്റ്ററിൽ തന്നെ വരുന്നതാണ് ഇഴവള്ളികൾ. ക്രീപ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളെയാണ് ഇഴവള്ളികൾ എന്ന് പറയാം. എന്താണ് ഇഴവള്ളികൾ? നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികൾ എന്ന് പറയുന്നത്. മധുരക്കിഴങ്ങ്, കൊടങ്ങൽ, സ്ട്രോബെറി ഇതെല്ലാം എന്താ? ഇഴവള്ളികളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇവയിൽ എന്തുണ്ടാവില്ല? പ്രധാനങ്ങളോ പറ്റുവേരുകളോ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത്, വേരിലാണ് മരച്ചീനി ആഹാരം സംഭരിച്ച് വെക്കുന്നത്. ഇങ്ങനെ ആഹാരം സംഭരിച്ച് വെക്കുന്ന വേരുകളെയാണ് നമ്മൾ സംഭരണ വേരുകൾ എന്ന് പറയാം കേട്ടോ. അപ്പം മരച്ചീനി ആഹാരം സംഭരിക്കുന്ന എവിടെയാണ്? വേരുകളിലാണ്. അതിനെയാണ് നമ്മൾ സംഭരണ വേരുകൾ അല്ലെങ്കിൽ സ്റ്റോറേജ് റൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകളല്ല. രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ് എന്ത്? ഉരുളക്കിഴങ്ങ്. മണ്ണിനടിയിൽ കാണുന്ന ഇത്തരം കാണ്ഡങ്ങളെ നമ്മൾ ഭൂകാണ്ഡങ്ങൾ എന്നാണ് പറയുക. ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് ഭൂകാണ്ഡങ്ങൾ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെംസിന് എക്സാമ്പിളായിട്ട് വരും. അടുത്തതായിട്ട് SCERT കൊടുത്തിട്ടുള്ളതാണ് കാർഷിക വിളകളും അതിൻ്റെ ജന്മദേശവും. ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു ടേബിളിൽ നിന്ന് ചോദ്യം ചോദിക്കാറുണ്ട്. കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി. ഇതിൻ്റെ എല്ലാം ജന്മദേശം എവിടെയാണ്? അമേരിക്കയാണ് കേട്ടോ. കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി ഇതെല്ലാം അമേരിക്കയിൽ നിന്നുള്ളതാണ്. ദെൻ തേയിലയുടെ ജന്മദേശം എവിടെയാണ്? ചൈനയാണ്. തേയിലയുടെ ജന്മദേശം ചൈന. ക്യാബേജിൻ്റെ ജന്മദേശം യൂറോപ്പ്. റബ്ബറിൻ്റെയും കശുമാവിൻ്റെയും ബ്രസീലാണ് കേട്ടോ. അപ്പോൾ കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി തുടങ്ങിയവയുടെ ജന്മദേശം അമേരിക്ക. തേയിലയുടേത് ചൈന, ക്യാബേജിൻ്റേത് യൂറോപ്പ്, റബ്ബർ, കശുമാവ് എന്നിവയുടേത് ബ്രസീൽ എന്നുള്ളത് അറിഞ്ഞിരിക്കുക.
അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സും. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളും. അപ്പൊ എന്താണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്? കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനടിയിൽ വളരെ ആഴത്തിൽ അകപ്പെട്ടു പോയ ജൈവാവശിഷ്ടങ്ങളിൽ നിന്നാണ് പെട്രോളിയം ഉണ്ടാവുന്നത്. സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് കൽക്കരി ഉണ്ടാവുന്നത്. അപ്പോൾ പെട്രോളിയം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഇതൊക്കെ ചോദ്യമായിട്ട് വരാൻ പറ്റുന്നതാണ്. അപ്പോൾ പെട്രോളിയം ഉണ്ടാവുന്നത് ഒരുപാട് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനടിയിൽ വളരെ ആഴത്തിൽ അകപ്പെട്ടു പോയിട്ടുള്ള ജൈവാവശിഷ്ടങ്ങളിൽ നിന്നുമാണ് എന്തുണ്ടാവുന്നത്? പെട്രോളിയം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ കൽക്കരി ഉണ്ടാവുന്നത് എവിടെ നിന്നാണ്? സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നുമാണ് കൽക്കരി ഉണ്ടാവുന്നത്. ഇവ ഫോസിൽ ഇന്ധനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പെട്രോളിയവും കൽക്കരിയും അറിയപ്പെടുന്ന പേരെന്താണ്? ഫോസിൽ ഇന്ധനങ്ങൾ. ഫോസിൽ ഇന്ധനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇത്തരം ഇന്ധനങ്ങൾ ഉപയോഗിച്ച് തീർന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ്. ഉപയോഗിച്ച് തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല? പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. അപ്പൊ ഇവയാണ് നമ്മൾ പാരമ്പര്യ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത പെട്രോളിയം, കൽക്കരി പോലുള്ള ഇന്ധനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാരമ്പര്യ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവയുടെ ഉപയോഗം നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ ഭാവിയിൽ എന്ത് ചെയ്യും? ഇവ തീർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോൾ പെട്രോളിയം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പെട്രോളിയം, ഡീസൽ, മണ്ണെണ്ണ, ടാറ്, LPG എന്നിവ ഉൽപ്പാദിപ്പിക്കാനാണ്. കൂടാതെ കീടനാശിനികൾ, പ്ലാസ്റ്റിക്, ഔഷധങ്ങൾ തുടങ്ങി ഒട്ടേറെ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും എന്തുപയോഗിക്കുന്നുണ്ട്? പെട്രോളിയം ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പെട്രോളിയം, കൽക്കരി അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡീസൽ, മണ്ണെണ്ണ, പ്ലാസ്റ്റിക്, ടാറ്, LPG ഇതെല്ലാം എന്താണ് വരുന്നത്? ഇതെല്ലാം പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ്, പാരമ്പര്യ ഇന്ധനങ്ങളാണ് എന്ന് നമുക്ക് പറയാം. ഇനി എന്താണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എന്ന് വെച്ചാൽ സൗരോർജം, കാറ്റ്, തിരമാല എന്നിവ എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്തതാണ്. അപ്പോൾ ഇവയെ നമ്മൾ എന്തെന്ന് പറയും? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എന്ന് പറയും. സൗരോർജം, കാറ്റ്, തിരമാല എന്നിവ ഉപയോഗിച്ചാലും തീർന്നു പോകാത്തതാണ്. അതിനെയാണ് നമ്മൾ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിളാണ്. ഇതൊന്ന് സ്ഥിരം PSC ചോദിക്കാറുണ്ട്. പകരുന്ന രീതികളും പരക്കുന്ന രോഗങ്ങളും. ചില രോഗങ്ങൾ അതെങ്ങനെയാണ് പകരുന്നത്? തന്നിരിക്കുന്നവയിൽ വായുവിലൂടെ പകരുന്ന രോഗമല്ലാത്തതേത്? അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ജലദോഷം, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം, ഇതെല്ലാം എന്താണ്? വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ജസ്റ്റ് ഒന്ന് നമുക്ക് കണക്ട് ചെയ്താലോ? ജലദോഷം, ജലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജലം, ജലദോഷത്തിലെ ജലം എടുക്കാം. ചിക്കൻ പോക്സിലെ ചിക്കൻ എടുക്കാം. മീസിൽസ് എന്നുള്ളത് മീൽസ് ആക്കിയിട്ട് എടുക്കാം. മീൽസ് കേട്ടോ, മീൽസ്. ക്ഷയം എന്നുള്ളത് കഷായമാക്കിയിട്ട് എടുക്കാം. ഇതെല്ലാം നമ്മൾ നമ്മുടെ വായിലൂടെയാണ് കഴിക്കുന്നത് എന്നോർത്താൽ മതി. വായിലൂടെ, വായുവിലൂടെ, അങ്ങനെ ഓർക്കാലോ. അപ്പം ജലം, ചിക്കൻ, മീൽസ്, കഷായം ഇതെല്ലാം നമ്മൾ വായയിലൂടെ കഴിക്കുന്നു എന്ന് ഓർത്തു കഴിഞ്ഞാൽ വായുവിലൂടെ പകരുന്നതാണ് ജലദോഷം, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം എന്നത് നമുക്ക് ഓർത്തിരിക്കാം. ഇനി വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്നതാണ് എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. കോളറ, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, എലിപ്പനി എന്നിവ വെള്ളം, ആഹാരം എന്നിവയിലൂടെയാണ് പകരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. ഇവിടെ മഞ്ഞപ്പിത്തം, മഞ്ഞ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? ആഹാരമൊക്കെ പാചകം ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിലിടും അല്ലേ? ആഹാരം പാചകം ചെയ്യുന്ന സമയത്ത് വെള്ളത്തിലിടുന്ന സാധനമാണ് ഈ മഞ്ഞ എന്ന് പറയുന്നത്. അപ്പോൾ മഞ്ഞപ്പിത്തം, വെള്ളം, ആഹാരം എന്നിവയിലൂടെ കിട്ടിയല്ലോ. അതുപോലെ തന്നെ കോളറ എന്നുള്ളതിൽ കോറ എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ കോറ എന്ന് പറയുന്നത് ഒരു ആഹാരമാണ് അല്ലേ? അത് നമ്മൾ വെള്ളത്തിലൊക്കെ കലക്കി ആഹാരമാക്കിയിട്ട് കഴിക്കാറുണ്ട് കോറ. ഓക്കെ, അതുപോലെ എലിപ്പനി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ എലിയൊക്കെ നമ്മൾ എന്താണ് പിടിച്ചിട്ട്, ഇപ്പോൾ ഒരു എലിയുടെ പെട്ടിയൊക്കെ വെച്ച് നമ്മൾ അതിൽ പിടിച്ചു കഴിഞ്ഞാൽ എലിനെ കൊല്ലാനായിട്ടുള്ള എളുപ്പ വഴി എന്താ? വെള്ളത്തിൽ ഇട്ടാൽ മതി എന്ന് പറയും അല്ലേ? വെള്ളത്തിലേക്ക് ഇട്ടാൽ മതി, ആ ബോക്സ് വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ മതി, അത് ചത്തുപോകുമെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ വെള്ളം, എലിയുമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. പിന്നെ വരുന്നത് ടൈഫോയിഡ് ആണ് കേട്ടോ, ടൈഫോയിഡ് അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം വെള്ളം, ആഹാരം എന്നിവയിലൂടെയാണ് പകരുന്നത്. ഇനി ഈച്ച മുഖേന പകരുന്ന രോഗങ്ങളാണ് കോളറയും വയറിളക്കവും. ഈച്ച മുഖേന പരക്കുന്നതാണ് കോളറയും വയറിളക്കവും, അത് നമുക്ക് അറിയുന്നതാണ്. ദെൻ കൊതുക് മുഖേന പരക്കുന്നതാണ് മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, അത് നമുക്കറിയുന്നതാണ് അല്ലേ? മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ ഇതെല്ലാം കൊതുക് മുഖേന പരക്കുന്നതാണ്.
ദെൻ സമ്പർക്കം മുഖേന പരക്കുന്നതാണ് ചെങ്കണ്ണും കുഷ്ഠവും. ചെങ്കണ്ണ്, കുഷ്ഠം എന്നിവ സമ്പർക്കം മുഖേന പരക്കുന്ന രോഗങ്ങളാണ് കേട്ടോ. അപ്പോൾ വായുവിലൂടെ പകരുന്നത് ഏതൊക്കെയാ? ജലദോഷം, ചിക്കൻ ബോക്സ്, മീസിൽസ്, ക്ഷയം. വെള്ളം, ആഹാരം എന്നിവയിലൂടെ എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. ഈച്ച മുഖേന പരക്കുന്നത് കോളറ, വയറിളക്കം. കൊതുക് മുഖേനയാണെങ്കിൽ മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ. സമ്പർക്കം മുഖേന പരക്കുന്നത് ചെങ്കണ്ണ്, കുഷ്ഠം എന്നിവയാണ്. ഓക്കെ, ഇനി അടുത്തത് മനുഷ്യൻ ചന്ദ്രനിൽ എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കാം. മനുഷ്യൻ ഇന്നേവരെ കാലുകുത്തിയ ഏക അന്യഗോളം എന്ന് പറയുന്നത് ചന്ദ്രനാണ്. ഓക്കെ, മനുഷ്യൻ ഇന്നേവരെ കാലുകുത്തിയ ഏക അന്യഗോളം ചന്ദ്രനാണ്. അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ബസ് ആൽഡ്രിൻ എന്നിവർ 1969 ജൂലൈ 21 ആദ്യമായി ചന്ദ്രനിലിറങ്ങി. ആരൊക്കെയാണ്? നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ബസ് ആൽഡ്രിനും. കേട്ടോ, എഡ്വിൻ ബസ് ആൽഡ്രിനും നീൽ ആംസ്ട്രോങ്ങും 1969 ജൂലൈ 21 ചന്ദ്രനിൽ ആദ്യമായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അമേരിക്കൻ ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ള നാസയുടെ അപ്പോളോ 2 എന്ന് പറയുന്ന ബഹിരാകാശ വാഹനമാണ് ഇതിന് ഉപയോഗിച്ചത്. അപ്പോൾ 1969 ജൂലൈ 21 നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ബസ് ആൽഡ്രിനും കൂടെ ചേർന്നിട്ട് ബഹിരാകാശത്ത് ഇറങ്ങിയത് ഏത് വാഹനത്തിലാണ്? അപ്പോളോ 2 എന്ന് പറയുന്ന ബഹിരാകാശ വാഹനം ഉപയോഗിച്ചാണ്. മൈക്കിൾ കോളിൻസ് എന്ന് പറയുന്ന സഞ്ചാരിയും വാഹനത്തെ നിയന്ത്രിച്ചുകൊണ്ട് ഈ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നു. ആരാണ് ഉണ്ടായിരുന്നത്? മൈക്കിൾ കോളിൻസ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായിട്ട് കാലുകുത്തിയതിൻ്റെ വാർഷിക ദിനമായിട്ട് ജൂലൈ 21 എന്തായിട്ട് ആചരിക്കുന്നുണ്ട്? ചാന്ദ്രദിനമായിട്ട്. ആക്ച്വലി അന്താരാഷ്ട്ര ചാന്ദ്രദിനം എന്ന് പറയുന്നത് ജൂലൈ 20 പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ അവർ കാലുകുത്തിയ ദിവസം എന്ന് പറയുന്നത് ജൂലൈ 21. സോ നമ്മൾ ഇന്ത്യയിൽ ജൂലൈ 21 ചാന്ദ്രദിനമായിട്ട് ആചരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് ഡോക്ടർ സലീം അലിയെ കുറിച്ച് നമുക്ക് SCERT പഠിക്കാനുണ്ട്. ഈ ഭാഗത്തുനിന്ന് ചോദ്യം വരാറുണ്ട്. ഡോക്ടർ സലീം അലി ആരാന്ന് എല്ലാവർക്കും അറിയാം. ലോകപ്രസിദ്ധനായിട്ടുള്ള പക്ഷി നിരീക്ഷകനാണ് ആര്? ഡോക്ടർ സലീം അലി. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിട്ടുള്ള നവംബർ 12 എന്തായിട്ട് ആചരിക്കുന്നു? ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നു. നവംബർ 12 പ്രത്യേകത എന്താണ്? ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ബേഡ്സ് ഓഫ് ഇന്ത്യ, ബേഡ്സ് ഓഫ് കേരള എന്നിവ അദ്ദേഹത്തിൻ്റെ പക്ഷി നിരീക്ഷണ ഗ്രന്ഥങ്ങളാണ്. ഏതൊക്കെയാണ്? ബേഡ്സ് ഓഫ് ഇന്ത്യ, ബേഡ്സ് ഓഫ് കേരള എന്നിവ അദ്ദേഹത്തിൻ്റെ പക്ഷി നിരീക്ഷണ ഗ്രന്ഥങ്ങളാണ്. ഇനി സലീം അലിയുടെ ആത്മകഥ പഠിച്ചു വെക്കുക. ഒരു കുരുവിയുടെ പതനം. എന്താണ് ആത്മകഥയുടെ പേര്? ഒരു കുരുവിയുടെ പതനം. ആരുടെ ആത്മകഥയാണ് എന്ന് ചോദിച്ചാൽ സലീം അലിയുടെ ആത്മകഥയാണ് എന്നത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. SCERT തന്നിട്ടുള്ള ഈ ഒരു ടേബിളിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു ഫ്ലോ ചാർട്ടിൽ നിന്നുമാണ് PSC സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കാറുള്ളത്. അപ്പോൾ നമുക്കറിയാം വൈറ്റമിൻസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇങ്ങനെ അല്ലേ? കൊഴുപ്പിൽ ലയിക്കുന്നവ എന്നും വെള്ളത്തിൽ ലയിക്കുന്നവ എന്നും. വെള്ളത്തിൽ ലയിക്കുന്നത് 2 Bയും Cയും. ബാക്കി K, E, D, A ഇത് 4 കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. അപ്പോൾ ആദ്യം വെള്ളത്തിൽ ലയിക്കുന്നവ നമുക്ക് നോക്കാം. വെള്ളത്തിൽ ലയിക്കുന്നവ ബി എന്ന് പറയുമ്പോൾ ധാന്യങ്ങളുടെ തവിടിൽ കാണപ്പെടുന്നതും മുട്ട, പാല്, ചേമ്പില ഇതിലൂടെ എല്ലാം ലഭിക്കുന്നതുമായിട്ടുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ B എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തിനൊക്കെയാണ് സഹായിക്കുന്നത് നോക്കിക്കേ. ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുക, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് B എന്ന് പറയുന്ന വൈറ്റമിൻ. അടുത്തത് സി എന്ന് പറയുന്നത് പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ ഇതിലെല്ലാം കാണപ്പെടുന്നതാണ് വൈറ്റമിൻ C. പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ. ഇനി അവിടെ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്? ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് C. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി അടുത്തത്, അപ്പോൾ വെള്ളത്തിൽ ലയിക്കുന്ന 2 കഴിഞ്ഞു, Bയും Cയും. ഇനി ബാക്കി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. അതിലൊന്നാമത്തേതാണ് K എന്ന് പറയുന്നത്. K എന്ന് പറയുന്നത് ക്യാബേജിൽ, ചീരയിൽ, കോളിഫ്ലവറിലൊക്കെ കാണപ്പെടുന്നതാണ് കേട്ടോ. ക്യാബേജ്, കോളിഫ്ലവർ, ചീര. ഓക്കെ, ഇനി ഇവിടെ K എന്തിനാണ് സഹായിക്കുന്നത്? മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. PSCയുടെ സ്ഥിരം ചോദ്യമാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ K ആണ് കേട്ടോ. അടുത്തത് വൈറ്റമിൻ E. സസ്യ എണ്ണകളിൽ കാണപ്പെടുന്നതാണ് വൈറ്റമിൻ E എന്ന് പറയുന്നത്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് വൈറ്റമിൻ E ആണ് എന്നത് അറിഞ്ഞിരിക്കുക. ഇനി നെക്സ്റ്റ് വൈറ്റമിൻ D ആണ്. വൈറ്റമിൻ D സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനെ സൺഷൈൻ വൈറ്റമിൻ എന്ന് പറയാറുണ്ട്. സൺഷൈൻ വൈറ്റമിൻ. അപ്പോൾ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നതാണ് പാലുൽപ്പന്നങ്ങളിൽ കാണപ്പെടാറുണ്ട് വൈറ്റമിൻ D.
എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണം, ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? വൈറ്റമിൻ ഡി ആണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണം എന്നിവയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നത് വൈറ്റമിൻ ഡി ആണ്. ഇനി വൈറ്റമിൻ എ എന്ന് പറയുന്നത് ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരള്, പയറില, ചേമ്പില, മുരിങ്ങയില, ഇതിലെല്ലാം എന്തടങ്ങിയിട്ടുണ്ട്? വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻ എ. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ടേബിൾ എന്തായാലും നോക്കി വെച്ചിരിക്കുക, ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഇനി അടുത്തത് പോഷക ഘടകവും അപര്യാപ്തത രോഗവും ലക്ഷണവും തന്നിട്ടുണ്ട്. പോഷക ഘടകവും അപര്യാപ്തത രോഗവും ലക്ഷണവും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് സ്ഥിരം ചോദിക്കുന്നത് നിശാന്തത ഏത് വൈറ്റമിൻ്റെ അപര്യാപ്തതയാണ്? വൈറ്റമിൻ എ ആണ്. അതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല, അതാണ് നിശാന്തത, വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗം. അപ്പോൾ എ ഫോർ അന്ധത എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി കേട്ടോ, എ ഫോർ അന്ധത. ഇനി വൈറ്റമിൻ ബി എന്ന് പറയുന്നത് വായിൽ വ്രണങ്ങൾ വരുന്നതാണ്, വായ്പുണ്ണാണ് അപര്യാപ്തത രോഗം, വായ്പുണ്ണ് കേട്ടോ, വായ്പുണ്ണ്. ഇനി വിറ്റമിൻ സി എന്ന് പറയുന്നത് സ്കർവിയാണ്. മോണയിൽ പഴുപ്പും രക്തസ്രാവവുമാണ് ഇതിൻ്റെ ലക്ഷണം. മോണയിൽ പഴുപ്പും രക്തസ്രാവവും വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം വൈറ്റമിൻ സിയുടെ അഭാവമാണ്, സ്കർവിയാണ് അപര്യാപ്തത രോഗം. അടുത്ത വൈറ്റമിൻ ഡി എന്ന് പറയുന്നതിൻ്റെ അപര്യാപ്തത രോഗമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയും. അവിടെ എന്താ ലക്ഷണം? അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു, അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നതാണ് കണ എന്ന് പറയുന്ന രോഗത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഇനി ഇരുമ്പിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാവുന്നതാണ് അനീമിയ. ലക്ഷണം രക്തക്കുറവും വിളർച്ചയുമാണ്, രക്തക്കുറവ്, വിളർച്ച. ദെൻ അയഡിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാവുന്നത് ഗോയിറ്റർ ആണ്. അവിടെ ലക്ഷണം വരുന്നത് തൊണ്ടയിൽ മുഴ വരുന്നതാണ് കേട്ടോ. അപ്പോൾ വൈറ്റമിൻ എ അപര്യാപ്തത രോഗം, നിശാന്തത, വൈറ്റമിൻ ബി വായ്പുണ്ണ്, വൈറ്റമിൻ സി സ്കർവി, വൈറ്റമിൻ ഡി കണ, ഇരുമ്പ് അനീമിയ, അയഡിൻ ഗോയിറ്റർ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി അടുത്തത് ഇരുമ്പിൻ്റെ കൂടെ അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് എന്നീ ലോഹങ്ങൾ ചേർത്തുണ്ടാക്കുന്ന അൽനിക്കോ എന്ന് പറയുന്ന ലോഹസങ്കരം ഉപയോഗിച്ചിട്ടാണ് കാന്തങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോൾ കാന്തങ്ങൾ നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? അൽനിക്കോ എന്ന് പറയുന്ന സങ്കരം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഇരുമ്പിൻ്റെ കൂടെ അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് കേട്ടോ, ഇതെല്ലാം കൂടെ അടങ്ങുന്നതാണ് അൽനിക്കോ. ഇരുമ്പിൻ്റെ കൂടെ ഇരുമ്പ്, അലുമിനിയം, നിക്കാൽറ്റ്, കൊബാൾട്ട് എന്ന് പറയുന്നവ ചേർന്നുണ്ടാകുന്നതാണ് അൽനിക്കോ. ഇവയാണ് കാന്തങ്ങൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ നിയോഡിമിയം, സമേറിയം എന്നീ പദാർത്ഥങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? കാന്തം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അടുത്തത് ശുദ്ധപദാർത്ഥങ്ങൾ, പ്യുവർ സബ്സ്റ്റൻസ് എന്താണെന്നാണ് നോക്കാം. അതായത് ഇവിടെ കൽക്കണ്ടത്തിൽ അതിൻ്റെ തന്മാത്രകൾ മാത്രമാണ് ഉള്ളത്. ഒരു പദാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള തന്മാത്രമാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെയാണ് ശുദ്ധപദാർത്ഥം എന്ന് പറയാം. ഒരു പദാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള തന്മാത്ര മാത്രം കാണുന്നതെങ്കിൽ അതിനെ ശുദ്ധപദാർത്ഥം എന്നാണ് പറയാം. ഫോർ എക്സാമ്പിൾ ജലം എന്താണ്? ഒരു ശുദ്ധപദാർത്ഥമാണ്. അപ്പോൾ അതുപോലെ മറ്റ് ശുദ്ധപദാർത്ഥങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ശുദ്ധപദാർത്ഥങ്ങളിൽ പെടാത്തത് ഏതെന്നൊക്കെ ചോദിച്ചാൽ അറിയണം. അപ്പോൾ ശുദ്ധപദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? 1 ജലം, 2 കറിയുപ്പ്, 3 അപ്പക്കാരം, 4 ഓക്സിജൻ, 5 അലുമിനിയം, 6 കോപ്പർ, 7 വെള്ളി, 8 ഗ്ലിസറിൻ, 9 പൊട്ടാസ്യം പെർമാംഗനേറ്റ്, 10 തുരിശ് കേട്ടോ. അപ്പോൾ കറിയുപ്പ്, അപ്പക്കാരം, ഓക്സിജൻ, അലുമിനിയം, കോപ്പർ, വെള്ളി, ഗ്ലിസറിൻ, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, തുരിശ് എന്നിവയാണ് പ്രധാനമായിട്ടും വരുന്നത്. ജലവും ഉണ്ട് കേട്ടോ ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് ഓരോ ലായനി തന്നിട്ട് അതിൽ ഉൾപ്പെട്ട വസ്തുക്കളും കൂടെ പറയുന്നുണ്ട്. ബ്രാസ് അല്ലെങ്കിൽ പിച്ചള എന്ന് പറയുന്നതിൽ ഉൾപ്പെട്ടത് എന്തൊക്കെയാണ്? സിങ്കും കോപ്പറുമാണ്. ബ്രാസിൽ ഉൾപ്പെടുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? സിങ്കും കോപ്പറും. ഇനി സോഡയിൽ വരുന്നത് ഏതൊക്കെയാ? ജലം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ. ജലം, കാർബൺ ഡൈ ഓക്സൈഡ്. ഗ്ലിസറിൻ വെള്ളത്തിൽ ലയിച്ചത്, അതിൽ ഗ്ലിസറിലും ജലം ഉണ്ടായിരിക്കും. വായു എന്ന് പറയുമ്പോൾ നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ജലകണികകളുണ്ട്, ഇതെല്ലാം വരുന്നുണ്ട്. ബ്രാസിൽ സിങ്ക്, കോപ്പർ, സോഡയിൽ ജലം, കാർബൺ ഡൈ ഓക്സൈഡ്, ഗ്ലിസറിൻ വെള്ളത്തിൽ ലയിച്ചതിൽ ഗ്ലിസറിനും ജലവും, വായുവിൽ നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലകണികകൾ മുതലായവ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി അടുത്തത് അസ്ഥികൾ പലവിധം. അപ്പം നമുക്ക് നോക്കാം, അസ്ഥികളെ കുറിച്ചാണ് പറയുന്നത്. തലയോട്, വാരിയെല്ല്, നട്ടെല്ല്, മറ്റെല്ലുകൾ എന്നിവ ആകൃതിയിലും വലുപ്പത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. തലയോട് എന്താണ് ചെയ്യുന്നത്? തലച്ചോറിനെ സംരക്ഷിക്കുന്നു. തലയോട് എന്താണ് ചെയ്യുന്നത്? തലച്ചോറിനെ സംരക്ഷിക്കുന്നു. തലയോട്ടിയിലെ കീഴ്ത്താടി എല്ലിന് മാത്രമാണ് ചലന സ്വാതന്ത്ര്യമുള്ളത്. തലയോട്ടിയിലെ ഏതിന് മാത്രമാണ് ചലന സ്വാതന്ത്ര്യം? കീഴ്ത്താടി എല്ലിന് മാത്രം ചലന സ്വാതന്ത്ര്യം. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലുകൾ കീഴ്ത്താടി എല്ലാണ്. ഏറ്റവും ബലമുള്ള എല്ലുകൾ ഏതാണ്? കീഴ്ത്താടി എല്ലാണ്. ശരീരത്തെ നേരെ നിർത്തുന്നത് ആരാ? നട്ടെല്ലാണ് അല്ലേ? ശരീരത്തെ നേരെ നിർത്തുന്നത് നട്ടെല്ലാണ്. നട്ടെല്ലിനേൽക്കുന്ന ക്ഷതങ്ങൾ ആജീവനാന്തം തളർച്ചയ്ക്ക് കാരണമായേക്കാം. ശ്വാസകോശങ്ങൾ,
ഹൃദയം എന്നിവയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് വാരിയെല്ലുകളാണ്. ശ്വാസകോശത്തെയും ഹൃദയത്തെയും പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് വാരിയെല്ലുകളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് ഏത്? തുടയെല്ല്. ഏറ്റവും വലിയ അസ്ഥി തുടയെല്ല്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? ചെവിക്കുള്ളിലെ സ്റ്റേപ്പിസ് ആണ് കേട്ടോ. ഏറ്റവും വലിയ അസ്ഥി തുടയെല്ല്, ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത്, എത്ര അസ്ഥികൾ? നമുക്കറിയാം, ജനിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഏകദേശം 300 എല്ലുകൾ ഉണ്ടായിരിക്കും. പ്രായപൂർത്തിയാവുന്നതോട് കൂടിയിട്ട് അതെല്ലാം കൂടെ കുറഞ്ഞ് 206 മാറും അല്ലേ. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ അത് ഏതൊക്കെ തോതിലാണെന്ന് നോക്കാം. തലയോട്ടിയിലെ അസ്ഥി 22, വാരിയെല്ല് 24, ഓരോ കാലിലും 30, അരക്കെട്ട് 2, നട്ടെല്ലിൽ 33, ഓരോ കൈയിലും 32, മാറല് 1. ഇതാണ് അസ്ഥികളുടെ കണക്കുകൾ കേട്ടോ. തലയോട്ടിയിൽ എത്രയാണ്? 22. തലയോട്ടിയിൽ 22, വാരിയെല്ലിൽ 24, ഓരോ കാലിലും അതുപോലെ തന്നെ എന്താണ്, ഓരോ കാലിലും 30, അരക്കെട്ട് 2, നട്ടെല്ലിൽ 33, ഓരോ കൈയിലും 32, മാറിൽ 1. ഇതാണ് അസ്ഥികളുടെ കണക്ക്. ഇനി നമുക്ക് സന്ധിയും ശരീരഭാഗവും പ്രത്യേകതയും തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുണ്ട്, ശ്രദ്ധിച്ചിരിക്കുക. ഗോളരസന്ധി. ഗോളരസന്ധി എന്ന് പറയുന്നത് എവിടെ കാണുന്നതാണ്? തോളെല്ലിലും ഇടുപ്പെല്ലിലും കാണപ്പെടുന്നതാണ് കേട്ടോ. തോളെല്ലിലും ഇടുപ്പെല്ലിലും കാണപ്പെടുന്ന സന്ധിയാണ് ഗോളരസന്ധി എന്ന് പറയുന്നത്. പ്രത്യേകത എന്താ? ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളത് ഗോളരസന്ധിക്കാണ് കേട്ടോ. തോളെല്ലിലും ഇടുപ്പെല്ലിലുള്ള സന്ധിയാണ് ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളത് ഗോളരസന്ധിയാണ്. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. ഓക്കെ. അടുത്തത് വിജാഗിരി സന്ധി. കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക? വിജാഗിരി സന്ധി എന്ന് പറയാം. വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് അതിനെ വിജാഗിരി സന്ധി എന്ന് പറയുന്നത്. അടുത്തത് കീലസന്ധി. കീലസന്ധി എന്ന് പറയുന്നത് എന്താണ്? കഴുത്ത്, അതായത് തലയോടും നട്ടെല്ലിന്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലം, അതാണ് കഴുത്ത്. അവിടെ കാണപ്പെടുന്നതാണ് കീലസന്ധി എന്ന് പറയുന്നത്. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്നു എന്നുള്ളതാണ് കീലസന്ധിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഗോളരസന്ധി, തോൾ സന്ധി, ഇടുപ്പെല്ല് സന്ധിയിലൊക്കെ കാണപ്പെടുന്നു. വിജാഗിരി സന്ധി എന്ന് പറയുന്നത് കൈമുട്ട്, കാൽമുട്ട്. കീലസന്ധി കഴുത്തിലാണ് കാണപ്പെടുന്നത്. ഗോളരസന്ധി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളവയാണ്. വിജാഗിരി എന്ന് പറയുമ്പോൾ വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് ചലിപ്പിക്കാൻ കഴിയുന്നു. കീലസന്ധി എന്ന് പറയുന്ന ഒരു അസ്ഥി മറ്റൊന്നിൽ നിന്നും ഇരു ദിശകളിലേക്ക് തിരിയുന്നു എന്നതാണ് പ്രത്യേകത. ഇനി അടുത്തത് ആമാശയം, ചെറുകുടൽ, വൻകുടൽ. നമുക്ക് നോക്കാം. ചോദ്യം വരുന്ന ഭാഗമാണ്. വായിൽ നിന്ന് ആഹാരം അന്നനാളം വഴിയാണ് ആമാശയത്തിലേക്ക് എത്തുന്നത്. ഇതിന് സഹായിക്കുന്നത് ആരാണ്? അന്നനാളത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ്. ഇതിനെയാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ വായിൽ നിന്നും ആഹാരം അന്നനാളം വഴി ആമാശയത്തിലേക്ക് എത്തുന്നു. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയാം. ആമാശയഭിത്തിയിലൂടെയുള്ള ചലനം മൂലം ആമാശയത്തിൽ വെച്ച ആഹാരം കുഴമ്പ് രൂപത്തിലാവുന്നു. ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ആഹാരത്തെയും രാസീയമായും ദഹിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പെരിസ്റ്റാൾസിസ് ആണ്. അടുത്തത് ചെറുകുടൽ. ചെറുകുടലുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ചെറുകുടലിൻ്റെ നീളം ചോദിക്കാറുണ്ട്. 6 മീറ്ററോളം. ചെറുകുടലിൻ്റെ നീളം എത്രയാണ്? 6 മീറ്ററോളം. ഇവിടെ വെച്ച് ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാവുന്നു. ഇതും ചോദിക്കാറുണ്ട്. ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാവുന്നത് ഏതു ഭാഗത്ത് വെച്ചാണ്? എവിടെ വെച്ചിട്ടാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ചെറുകുടലിൽ വെച്ചിട്ടാണ്. ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ എന്ത് ചെയ്യുന്നു? രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. അടുത്തത് വൻകുടൽ, ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. ചെറുകുടലിനെ തുടർന്ന് 1.5 മീറ്ററോളം നീളമുള്ള വണ്ണം കൂടിയ കുടലാണ് വൻകുടൽ. 1.5 മീറ്ററോളം നീളമുള്ള വണ്ണം കൂടിയ കുടലാണ് വൻകുടൽ. ധാതു ലവണങ്ങൾ അടങ്ങിയ ജലത്തിന്റെ ആഗിരണം നടക്കുന്നത് വൻകുടലിൽ വച്ചിട്ടാണ്. അതിനുശേഷം അവശേഷിക്കുന്നതാണ് മലം എന്ന് പറയുന്നത്. ഇത് മലാശയത്തിൽ സംഭരിച്ച മലദ്വാരം വഴി പുറത്ത് കളയുകയും ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ചെറുകുടൽ, വൻകുടൽ, ആമാശയം എന്ന് പറയുന്ന ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ജലത്തിൻ്റെ ഗുണനിലവാരം, pH-യുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ശുദ്ധജലത്തിൻ്റെ pH 7 ആണ് എന്നുള്ളതും കുടിവെള്ളമായി ഉപയോഗിക്കുന്നതിൻ്റെ pH 6.5 to 7.5 ആണ് എന്നുള്ളതുമാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ശുദ്ധജലത്തിൻ്റെ pH 7, കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നത് 6.5 to 7.5. ഇനി അന്തരീക്ഷ വായുവിൽ ഏതെല്ലാം ഘടകങ്ങളാണുള്ളത്? SCRT-യിലുള്ള ഒരു ഫ്ലോ ചാർട്ടാണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണ്, 78%. ഓക്സിജൻ എന്ന് പറയുന്നത് 20.9%, കാർബൺ ഡൈ ഓക്സൈഡ് 0.03%, മറ്റുള്ളവ 1.07%. അപ്പോൾ അന്തരീക്ഷ വായുവിൽ ഉള്ള ഘടകങ്ങൾ നൈട്രജൻ എത്രയാ? 78%. ഓക്സിജൻ എത്രയാ? 20.9%. കാർബൺ ഡൈ ഓക്സൈഡ് 0.03%. മറ്റുള്ളവ എന്ന് പറയുന്നത്
1.07% ആണ് വരുന്നത്. അടുത്തത് നിശ്ചിത അളവിൽ അനുവദനീയമായ രാസവസ്തു, അതായത് ഓരോ നിറം നൽകാനായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണെന്നാണ് തന്നിരിക്കുന്നത്. ചുവപ്പ് നിറം ലഭിക്കാനായിട്ട് കാർമോയ്സിൻ, എറിത്രോസിൻ, പോൺസി ആർ കേട്ടോ. പോൺസി ആർ എന്ന് പറയുമ്പോൾ R ഫോർ റെഡ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ കാർമോയ്സിൻ, എറിത്രോസിൻ, പോൺസി 4R. ഓക്കെ, പോൺസി 4R. ഇനി മഞ്ഞ നിറം ലഭിക്കാനായിട്ട് ടാർട്രാസിൻ, സൺസെറ്റ് യെല്ലോ. നീല ലഭിക്കാനായിട്ട് ഇൻഡിഗോ കാർമൈൻ, ബ്രില്യൻ ബ്ലൂ. പച്ച കിട്ടാനായിട്ട് ഫാസ്റ്റ് ഗ്രീൻ. ഓക്കെ, അപ്പോൾ ചുവപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കാർമോയ്സിൻ, എറിത്രോസിൻ, പോൺസി 4R. മഞ്ഞയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ടാർട്രാസിൻ, സൺസെറ്റ് യെല്ലോ. നീലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഇൻഡിഗോ കാർമൈൻ, ബ്രില്യൻ്റ് ബ്ലൂ. ഫാസ്റ്റ് ഗ്രീൻ എന്ന് പറയുന്ന പച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം പേരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്